അങ്ങനെ നെയ്മർ ജൂനിയർ കളിച്ച 4-ാമത്തെ മത്സരത്തിൽ നെയ്മർ ജൂനിയർ അസിസ്റ്റും ഗോളുമായി മിന്നിക്കത്തിയ മത്സരമായിരുന്നു ഇന്നലെ സാന്റോസിന് വേണ്ടി നെയ്മർ കളിച്ചത്. എന്തായാലും മികച്ച ഒരു മത്സരമായിരുന്നു നെയ്മറിനെ സംബന്ധിച്ചോളം. എന്തായാലും നെയ്മറിനൊരു പെനാൽറ്റി കിട്ടി, അത് താൻ സ്കോറും ചെയ്തു, തൻ്റെ ആദ്യത്തെ ഗോളും. അതുകൂടാതെ തന്നെ ഒരു അസിസ്റ്റും കൂടി തനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും നെയ്മർ അൽ ഹിലാൽ വിട്ടതിന് ശേഷം മികച്ചൊരു പ്രകടനത്തിലും തൻ്റെ പഴയ മികവൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് സാന്റോസിലേക്ക് വന്നത്. എന്തായാലും മികച്ചൊരു തുടക്കം ആദ്യത്തെ 2 മത്സരത്തിൽ കിട്ടിയില്ലെങ്കിലും അവസാനം പിന്നെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നെയ്മർ ഒന്ന് തുടങ്ങിയാൽ പിന്നെ ആളിക്കത്തും എന്നുള്ള കാര്യം സംശയമില്ലാത്തതാണ്. പിന്നെ ഒരൊറ്റ പ്രശ്നവും കൂടി മാത്രമേ ഉള്ളൂ, പരിക്ക്. മറ്റു പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ നെയ്മറിന് അടുത്ത വേൾഡ് കപ്പിൽ മിന്നിക്കത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെ പറയാം. എന്തായാലും നെയ്മർ മികച്ച ഒരു പെനാൽറ്റിയിലൂടെ ഗോൾ നേടിക്കൊടുത്തു, അതുപോലെ തന്നെ മറ്റൊരു അസിസ്റ്റൻ്റ് കൂടി നേടി. എന്തായാലും സാന്റോസിൽ വെറും 5 മാസം കൂടി മാത്രമേ കോൺട്രാക്റ്റ് ഉള്ളൂ. ഇനി അത് പുതുക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ താൻ പറഞ്ഞത് ആ വഴി നടക്കുമെന്നാണ്. അതിനെപ്പറ്റി വേറൊന്നും പറഞ്ഞില്ല, കാരണം അത് ചിലപ്പോൾ പുതുക്കാം. അതൊരു തൻ്റെ പഴയ ഫുട്ബോളിലേക്ക് ഒരു റീഗെയിനാണ് തൻ്റെ സാന്റോസിലൂടെ താൻ നടപ്പിലാക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും അടുത്ത 5 മാസവും മികച്ച രൂപത്തിൽ തന്നെ പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നെയ്മർ പറയുന്നത്. അങ്ങനെ ഇനി കോൺട്രാക്ട് പുതുക്കുമോ ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നെയ്മർ ഇനിയിപ്പോൾ വരും മത്സരത്തിൽ മിന്നിക്കത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സാന്റോസിന് ഒരു പ്രധാനപ്പെട്ട താരമാവട്ടെ, അതുപോലെ തന്നെ അതുവഴി കോൺട്രാക്റ്റ് പുതുക്കട്ടെയും ചെയ്യട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.